ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പ് ട്രൈഡിൻ്റെ പുതിയൊരു എയർ ഡ്രോപ്പാണ്. നമ്മുടെ പ്രഡിക്ഷൻ മാർക്കറ്റ് പോലെ തന്നെയുള്ള വേറൊരു വെബ്സൈറ്റാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എയർ ഡ്രോപ്പ് എലിജിബിൾ ആകാൻ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക, കോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്നാലാണ് നമുക്കിതിന് എലിജിബിൾ ആവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മേജർലി ചെയ്യേണ്ടത് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്യണം. കാര്യം നമുക്ക് ചെറിയൊരു ഫീ ഇതിനകത്തുനിന്ന് നമുക്ക് പോയിൻ്റ് ഏൺ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക, ഫാൻറ്റം വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റായിട്ട് കണക്ട് ആവും. പിന്നെ നമുക്ക് ഈ ടോപ്പിലുള്ള അറ്റ്ലാന്റിസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പോയിൻറ്റ്സ് എല്ലാം, ഈ കോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. പോയിൻറ്റ്സ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ കൊടുത്ത് ഞങ്ങളിത് സ്കിപ്പ് അടിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് വരും, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്കൊരു 5000 ടോക്കൺസ് ക്ലെയിം ചെയ്യാനും പറ്റും. അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ ശേഷം ചെക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കൺഫേം റെഫറൽ കൊടുക്കുക, ക്രിയേറ്റ് റെഫറൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാൻറ്റം അക്കൗണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സൊളാന ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അതൊരു ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ക്രിയേറ്റ് റെഫറൽ കൊടുത്തതിന് ശേഷം നമ്മുടെ റെഫറൽ ക്രിയേറ്റ് ആവും. അപ്പം നമുക്കൊരു 5000 ടോക്കൺസ് നമുക്ക് കിട്ടും, ട്രൈഡ് ടോക്കൺസ് കിട്ടും. അത് ക്ലെയിം ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടംപോലെ കോസ്റ്റുകളുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അത്രയും പോയിൻറ്റ്സ് കളക്ട് ഇനി ബാലൻസ് ഉള്ള നമ്മുടെ ഈ കോസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ സ്വാപ്പ് ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി ഈ ട്രൈഡൻസ് കളക്ട് ചെയ്യുക. അങ്ങനെയുള്ളത് ചെയ്ത് മാക്സിമം എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കൂട്ടി വയ്ക്കുക നിങ്ങൾ. ഇങ്ങനെയുള്ള പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ റെഫർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളത് മാക്സിമം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യുക. ഇത് നമ്മുടെ ഈ പോളി മാർക്കറ്റ് പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ ട്രൈഡിൻ്റെ. പുതിയതായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ഇവിടെ കണ്ടോ പുതിയൊരു ക്ലെയിം ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ കുറേ അത്യാവശ്യം കോസ്റ്റുകളുണ്ട്. അപ്പോൾ ക്ലെയിം ചെയ്യും. ഇപ്പോൾ ജൂപ്പിറ്ററിൽ വന്നിട്ട് ഇത് ചെയ്യാനുള്ള പരിപാടിയാണ് പറയുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാക്സിമം എല്ലാം ചെയ്ത് കണക്ട് ചെയ്ത് ട്രേഡ്സൊക്കെ ചെയ്യാൻ പറ്റും. വാലറ്റിൽ ചെറിയൊരു ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു എയർ ഡ്രോപ്പിൻ്റെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇതിൻ്റെ കാര്യം. ബിക്കോസ് ഇപ്പോൾ ലീഡർ ബോർഡ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കളക്ട് ചെയ്തത് 5000 സംതിങ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ തന്നെ എൻ്റെ ലീഡർ ബോർഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്, 2711 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഞാൻ ലീഡർ ബോർഡിൽ നിൽക്കുന്നത്. എന്താ വെച്ചാൽ അത്രയും ക്ലോസ്ലി റേഞ്ചിലാണ് ഇപ്പോൾ എൻ്റെ ലീഡർ ബോർഡ് ഞാനിപ്പോൾ നിൽക്കുന്നത്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇപ്പോൾ ഈ ഫാൻറ്റം വാലറ്റിൽ നമ്മുടെ ഇപ്പോൾ ബൈനാൻസിലെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫാൻറ്റം വാലറ്റിലേക്ക് സെൻഡ് ചെയ്യുക. ഒരു $10 സെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്വാപ്പിങ്ങോ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചെറിയൊരു സോൾ ഫീ ആണ് നമ്മൾ മറ്റേ ഈ പോയിൻറ്റ്സ് 5000 പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ അതിനൊക്കെ ആ ഒരു ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്വാപ്പിങ്ങും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിസ്കിൽ ചെയ്യുക. കാര്യങ്ങളിൽ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും ബാലൻസ് ഉള്ള ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാനും ഈ ഡെയിലി ക്ലെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ക്ലെയിമിനുള്ള ഒരു ഓപ്ഷൻ കിട്ടും, അതെല്ലാം ക്ലെയിം ചെയ്യാം. പിന്നെ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ബാലൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ഓപ്ഷൻ. അതർവൈസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ സ്വാപ്പ് ചെയ്യാനുള്ള ആ കാര്യങ്ങളെല്ലാം.
ഞാനിപ്പോൾ എൻ്റെ ഡിസ്കോഡിൽ ഞാൻ ജോയിൻ ചെയ്തു, ക്ലെയിം യുവർ ഡെയിലി ട്രേഡൻസ് അതും ഞാൻ കളക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡെയിലി ബേസിസിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ 15 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ക്ലെയിം ചെയ്യാനൊരു ഓപ്ഷൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കംപ്ലീറ്റ് വീഡിയോ. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് വാലറ്റ് കണക്ട് ചെയ്ത് ബാലൻസ് ഉള്ളതെല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.